എന്തിനാണോ ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞ പോലെ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല അല്ലേ? ഭയങ്കര കഷ്ടമാണ് കേട്ടോ കാര്യം. നീ ഇങ്ങനെ പ്രസവിച്ചാ പിന്നെ പഠിക്കാനൊന്നും പോകില്ലാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ 20-ാമത്തെ വയസ്സിലെ അല്ല 18-ാമത്തെ വയസ്സിലെ നിങ്ങളെ കല്യാണം കഴിച്ചു വിടും അല്ലേ? നിങ്ങൾക്ക് പ്രണയിക്കാനൊന്നും പാടില്ല അല്ലെ? പ്രേമിക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ ലിഫ്റ്റ് ഇടാൻ പറ്റൂല, നെയിൽ പോളിഷ് ഇടാൻ പറ്റൂല. എന്റെ റബ്ബെ ഭയങ്കര കഷ്ടമാണ് കേട്ടല്ലോ. റബ്ബല്ല, എന്റെ ദൈവമേ ഭയങ്കര കഷ്ടമാണ് കേട്ടോ നിങ്ങളെ കാര്യം. നെഗറ്റീവിന്റെ ഇങ്ങനെ കൂരമ്പുകൾ ഇങ്ങനെ പതിക്കുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് അവരിങ്ങനെ വരിക. നീ നിന്റെ ശരീരത്തിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അതിന്റെ അഴകിനെ കുറിച്ച്, ലാവണ്യത്തെ കുറിച്ച്, ഇടുപ്പിനെ കുറിച്ച്, വടിവിനെ കുറിച്ച്, പുരികത്തിനെ കുറിച്ച്, ചുണ്ടിനെ കുറിച്ച്, മൂക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്സെറ്റ് ആകുന്നതിന് പകരം മോനെ അല്ലെങ്കിൽ മോളെ, നിന്റെ കഴിവിനെ കുറിച്ചും വായനയെ കുറിച്ചും ആലോചിക്കുന്ന ഒരു വ്യക്തിത്വമാവാൻ നിനക്ക് സാധിക്കണം. രാഷ്ട്രീയ ബോധം ഉണ്ടാവണം, ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കണം, നന്നായിട്ട് നീ എഴുതണം. നിന്റെ കഴിവുണ്ടല്ലോ, ചിത്രം വരക്കാനുള്ള കഴിവ്, കാലിഗ്രഫിയിലുള്ള കഴിവ്, പാട്ടുപാടാനുള്ള കഴിവ്, ഇത് എന്റെ കുട്ടി എന്ത് ചെയ്യണം? മുന്നോട്ട് പോയിട്ട് എന്റെ മോള് നേടിയെടുക്കണം, മോൻ നേടിയെടുക്കണം. അപ്പൊ സ്വാഭാവികമായും നിന്റെ ഹിജാബും നിന്റെ മഫ്തയും ശിരോവസ്ത്രവും ഒക്കെയും നിനക്ക് വേണ്ടിവരും. പൊതുസമൂഹത്തിൽ നിനക്ക് റെസ്പെക്ട് കിട്ടുവാൻ.